ഹായ് എല്ലാവർക്കും അപ്പം നമ്മുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയാസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സിങ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഇതും നമ്പർ സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പം ഒരുപാട് തവണ യു പി എസ് സി റിവേഴ്സ് ചെയ്തിട്ട് ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, ആ നമ്പർ റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള വേറൊരു നമ്പർ ഉണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴുള്ള സം എത്രയോ ആണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല വേറെ എക്സാംസിലും, ഇപ്പോൾ യു പി എസ് സി അല്ലാത്ത വേറെ എക്സാംസിലും ഈ റിവേഴ്സിങ് ഓഫ് ദ ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണത്തെ KAS എക്സാമിൻ്റെ പ്രിലിംസിലും ഇതേ സിമിലർ മോഡൽ യു പി എസ് സി മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാമെന്ന് നോക്കാം. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങൾ കെയർലെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അത് റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പറും ഉണ്ട്, വേറെ ഒരു നമ്പറും ഉണ്ട്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴുള്ള സമ്മ് യു പി എസ് സി തരും. ഉദാഹരണത്തിന് AB ആണ് ആ ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് നമുക്ക് വിചാരിക്കാം. AB ആണ് ആ 2 ഡിജിറ്റ് നമ്പർ. AB റിവേഴ്സ് ചെയ്തുള്ള നമ്പർ എന്താണ്? BA ആയിരിക്കും അല്ലേ? AB എന്ന് പറയുന്ന നമ്പർ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറയും, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ABൻ്റെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്താൽ BA ആയി മാറി. ഇത് രണ്ടും കൂടിയുള്ള സമ്മ് ഒരു K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്, ഒരു നമ്പർ ഉണ്ട് 2 ഡിജിറ്റ് നമ്പർ, അത് റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പർ BA ആണ്. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്താലുള്ള സം ഒരു 88 ആണെന്ന് യു പി എസ് സി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന് എത്ര പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഇതാണ് അതിലത്തെ ഒരു ജനറൽ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പ്ലേസ് വാല്യൂസ് ആണ്. പ്ലേസ് വാല്യൂ വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ AB എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10A + B എന്ന് എഴുതാൻ പറ്റും. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 ഡിജിറ്റ് നമ്പർ ഞാൻ എടുക്കുകയാണ്, 21 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ. 21ലെ 2 10th പ്ലേസിലും 1 യൂണിറ്റ് പ്ലേസിലും ആണുള്ളത്. അതാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം യൂണിറ്റ് പ്ലേസിൻ്റെ വാല്യൂ 1ഉം 10th പ്ലേസിൻ്റെ വാല്യൂ 10ഉം ആണ്. അതായത് 21നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 10, കാരണം 2 ഇരിക്കുന്നത് 10th പ്ലേസിലാണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ 2 × 10 ആണ്. പ്ലസ് 1 × 1, 1 ഇരിക്കുന്നത് യൂണിറ്റ് പ്ലേസിലാണ്, അപ്പോൾ അതിൻ്റെ വാല്യൂവും 1 തന്നെയാണ്, അപ്പോൾ 1 × 1 അല്ലേ? 20 × 10 + 1 × 1 അല്ലേ 21? അതെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ABനെ എനിക്ക് 10A + B എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ BAനെ എനിക്ക് 10B + A എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് യു പി എസ് സി തന്നിരിക്കുന്നത് 88 എന്ന്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി 10Aയും Aയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 11A ആയി. Bയും 10Bയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 11B ആയി. ഇതാണ് 88. അല്ലെങ്കിൽ നമുക്ക് 11 ഒരു ഒന്നിച്ച് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 11 × A + B = 88 എന്ന് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ A + B = 88 / 11, 8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഒരു 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പറും തമ്മിലുള്ള സം എത്രയോ ആണെന്ന് യു പി എസ് സി പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് AB + BA ഏതോ ഒരു സമ്മ് K ആണെന്ന് യു പി എസ് സി പറഞ്ഞാൽ A + B നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് K/11 ആയിരിക്കും. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് /11 ചെയ്താൽ മതി എന്നാണെങ്കിലോ, നമുക്കിപ്പോൾ യു പി എസ് സി ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഒരു 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള നമ്പറും തമ്മിലുള്ള കൂട്ടിക്കഴിഞ്ഞാലുള്ള സം എന്താണ്? 88 ആണ്. അപ്പോൾ 88/11 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അതായിരിക്കും A + B. എന്താണ് ഈ A + B? ആ നമ്പറിലുള്ള ഡിജിറ്റ്സ് ആണ് Aയും Bയും. ആ AB എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പറിലുള്ള ഡിജിറ്റ്സ് ആണ് Aയും Bയും. അപ്പോൾ Aയും Bയും കൂട്ടിയാൽ കിട്ടുന്നതാണ് നമുക്കിവിടെ കിട്ടിയ 8 എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു നമ്പർ AB ആയിരുന്നു അല്ലേ? ആ AB എന്ന് പറയുന്ന നമ്പറിലെ 2 ഡിജിറ്റ്സ് ആണ് Aയും Bയും. ഇത് രണ്ടും കൂട്ടിയാലാണ് എനിക്ക് 8 കിട്ടേണ്ടത്. അപ്പോൾ എത്ര പോസിബിലിറ്റി ABക്ക് ഉണ്ടാവും? Aയും Bയും കൂട്ടിയാൽ 8 കിട്ടണം. അങ്ങനത്തെ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഉദാഹരണത്തിന് നോക്കിയാൽ 71 പറ്റില്ലേ? 7 1 കൂട്ടിയ 8 അല്ലേ? ഓക്കെയാണ്, 71 അപ്പോൾ ഒരു പോസിബിലിറ്റിയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഡിഫറെൻറ്റ് പോസിബിലിറ്റി എടുക്കേണ്ടത്. അതേപോലെ തന്നെ 62 ഒരു പോസിബിലിറ്റിയാണ്, 6ഉം 2ഉം കൂട്ടിയ 8 ആണ് അല്ലേ? ഇനി 53 ഒരു പോസിബിലിറ്റിയാണ്, 5ഉം 3ഉം കൂട്ടിയ 8 ആണ്. ഇനി 35 ഒരു പോസിബിലിറ്റിയാണ്, 3ഉം 5ഉം കൂട്ടിയ 8 ആണ്. 26 2ഉം 6ഉം കൂട്ടിയ 8 ആണ്, അപ്പോൾ 26 ഒരു പോസിബിലിറ്റിയാണ്.
അതേപോലെ തന്നെ 17 ഒരു പോസിബിലിറ്റിയാണ്, 1 7 കൂട്ടിയ 8 അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം 71 എടുത്തിട്ടുണ്ട്, അപ്പോൾ 17 എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. 17 വേറെ പോസിബിലിറ്റിയാണ്. കാരണം എ ബിക്ക് 71 വന്നാലും A+B 8 17 വേറെ ഒരു നമ്പറാണ്. 17 വന്നാലും 1 + 7 എന്താണ്? 8. ഇനി ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 44 വരുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാവും. 44 4ഉം 4ഉം കൂട്ടി 8 അല്ലേ? 44 അല്ലേ? 44 എടുക്കാമല്ലോ. 44 A+B 8 വരുന്നുണ്ട്. പക്ഷേ 44 എടുക്കാൻ പറ്റുമോ എന്ന് പലർക്കും ഇവിടെ ഡൗട്ടാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 44 എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എയും ബിയും അവിടെ 4 ആണ്. ചിലപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യനിലും പറയും A and B are distinct digits. അതിൻ്റെ അർത്ഥം എന്താ? എയും ബിയും ഡിഫറെൻ്റ് ആയിരിക്കണം എന്നാണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന വാക്ക് UPSC ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ UPSC പറയും A and B are distinct digits. A and B are distinct digits എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 44 എടുക്കരുത്. കാരണം 44ൽ എയും ബിയും സെയിം ആണ്. UPSC ആ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 44 ഒരു പോസിബിലിറ്റി ആയിട്ട് ഇവിടെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അത് ശ്രദ്ധിക്കണം. അതാണ് ഇതിൽ വരുന്ന ഒന്നാമത്തെ കെയർലെസ്. രണ്ടാമത്തെ കാര്യം 80 എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. 80 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? ആണ്. 8ഉം 0 കൂട്ടി 8 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ 80 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ ഇല്ലേ? ഇതിൽ ചിലർക്ക് കൺഫ്യൂഷൻ എന്താ വരിക എന്ന് പറഞ്ഞാൽ 80 റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 08. പക്ഷേ 8 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലല്ലോ. 08 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് ഈ പോസിബിലിറ്റി എടുക്കാൻ പറ്റുമോ ഇല്ലേ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ UPSC പറയുക എ നമ്പർ, എ 2 ഡിജിറ്റ് നമ്പർ, ആ 2 ഡിജിറ്റ് നമ്പറാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന AB. ഈ 2 ഡിജിറ്റ് നമ്പർ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഒരു 2 ഡിജിറ്റ് ആണെന്ന് പറയുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കണം. അതായത് AB ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് UPSC പറഞ്ഞിട്ടുണ്ട്. AB റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പർ BA ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 88. അപ്പോൾ UPSC പറയുക ലെറ്റ് X be a 2 ഡിജിറ്റ് നമ്പർ ആൻഡ് Y be a 2 ഡിജിറ്റ് നമ്പർ. ഇപ്പോൾ UPSC പറയുകയാണ് ഇഫ് X is a 2 ഡിജിറ്റ് നമ്പർ ആൻഡ് Y is also a 2 ഡിജിറ്റ് നമ്പർ obtained by reversing the digits. അതായത് റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന ആളും 2 ഡിജിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 80 എടുക്കരുത്. കാരണം 80 റിവേഴ്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല, 8. എന്നാൽ UPSC അങ്ങനെ പറയുന്നില്ല. എ 2 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിങ് ദ ഡിജിറ്റ്സ്. അത് രണ്ടും കൂടി സം ചെയ്യുമ്പോഴാണ് 88 എന്ന് പറഞ്ഞാൽ ആ റിവേഴ്സ് ചെയ്ത് ചെയ്യുന്ന സാധനം 2 ഡിജിറ്റ് ആണെന്ന് UPSC പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 80 നിങ്ങൾക്ക് എടുക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന കെയർലെസ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. UPSC തന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളാണിത്. കെയർലെസ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന ആളും 2 ഡിജിറ്റ് ആണെന്ന് UPSC ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 എടുക്കരുത്. കാരണം 80 റിവേഴ്സ് ചെയ്താൽ 2 ഡിജിറ്റ് അല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 80 എടുക്കാം, കുഴപ്പമില്ല, അതൊരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം. അതേപോലെ എല്ലാ ഡിജിറ്റ്സും ആ ഒരു 2 ഡിജിറ്റ് നമ്പറിലെ 2 ഡിജിറ്റും ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് UPSC പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 എടുക്കരുത്, അല്ലെങ്കിൽ 44 എടുക്കാം. മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യനിലുള്ള ചില വേർഡിങ്സ് അനുസരിച്ച് ആൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് ആക്ച്വലി വരുന്ന കാര്യമാണ് ഒരു 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന 2 ഡിജിറ്റ് നമ്പറും അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് തരിക. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നത്? സം ആണ് തന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു 2 ഡിജിറ്റ് നമ്പർ AB, അത് റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള നമ്പർ BA, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 54 ആണ് എന്ന് UPSC തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എഗെയിൻ സെയിം കോൺസെപ്റ്റ് ആണ്. പ്ലേസ് വാല്യൂ അപ്ലൈ ചെയ്യുക. AB എന്ന് പറയുമ്പോൾ എനിക്ക് 10A + B എന്ന് എഴുതാൻ പറ്റും. BA എന്ന് പറയുമ്പോൾ 10B + A എന്ന് ആണ് എഴുതേണ്ടത്. ഞാനൊരു ബ്രാക്കറ്റ് കൊടുക്കാം, കാരണം ഈ മൈനസ് ഈ BAക്ക് മൊത്തം ബാധകമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 54. 10A + B മൈനസ്, ഇപ്പം മൈനസ് ഇതിൻ്റെ രണ്ടിനും ബാധകമായതുകൊണ്ട് -10B പിന്നെ -A ഇസ് ഈക്വൽ ടു 54 എന്നായി. 10A - A ചെയ്താൽ 9A ആയി. B - 10B ചെയ്താൽ -9B ആയി. ഇതാണ് 54. 9 കോമൺ എടുക്കുന്നു. 9 × A - B അപ്പോൾ എന്ത് കിട്ടുന്നു? 54 എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ A - B എന്ത് കിട്ടുന്നു? 54/9 6 എന്ന് കിട്ടുന്നു. നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ by 11 ചെയ്യാൻ പറഞ്ഞു. അതായത് സം ആണ് തന്നതെങ്കിൽ, ഒരു 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പറും തമ്മിലുള്ള സം ആണ് തന്നതെങ്കിൽ by 11 ചെയ്താൽ മതി. അപ്പോൾ A + B കിട്ടും എന്ന് പറഞ്ഞു. അതേപോലെ
ഇങ്ങനെ സബ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ബൈ 9 ചെയ്താൽ മതി, എ മൈനസ് ബി ആണ് നിങ്ങൾക്ക് കിട്ടുക. ഉദാഹരണത്തിന് എ ബി ബൈ മൈനസ് ബി എ 54 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി എന്താ വരിക 54 ബൈ 9 ചെയ്താൽ മതി. അപ്പോൾ എന്താ 6. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് എടുക്കാം, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. എ മൈനസ് ബി എന്താണ് 6 ആണ്. എ മൈനസ് ബി 6 ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര നമ്പർ ഉണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ നമ്പർ പറ്റും? 9ഉം 3യും പറ്റും അല്ലേ? 93. 93ൽ 9 മൈനസ് 3 ചെയ്താൽ 6 ആണ്. ഓക്കെ, 82 പറ്റും. 8 മൈനസ് 2 6 ആണ്. പിന്നെ അതേപോലെ തന്നെ 71 പറ്റും. 7 മൈനസ് 1 6 ആണ്. 60 പറ്റും. 6 മൈനസ് 0 6 ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ, 60 നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? UPSC ക്വസ്റ്റ്യനിൽ, കാരണം 60 റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 06 അല്ലെങ്കിൽ 6. അതൊരു 1 ഡിജിറ്റ് നമ്പറാണ്. 6 എന്ന് പറഞ്ഞാൽ ഒരു 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ UPSC ക്വസ്റ്റ്യനിൽ പറയുകയാണ് ആ നമ്പറും ആ 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പറും 2 ഡിജിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 എടുക്കരുത്. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 60 എടുക്കാം. കാരണം 60 റിവേഴ്സ് ചെയ്താൽ 6 ആണ്. 60ന്ന് 6 കുറച്ചാൽ 54 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ എടുക്കാം. എന്നാൽ UPSC റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പർ 2 ഡിജിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 എടുക്കരുത്. ഇനി നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഇതിനകത്ത് വരാം. 93 എടുത്തു, 39 എനിക്ക് എടുക്കാൻ പറ്റുമോ? നേരത്തെ നമ്മൾ അങ്ങനെ എടുത്തിരുന്നു അല്ലേ? നേരത്തെ സമ്മ് ചെയ്താൽ 88 കിട്ടണം എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് 62ഉം 26ഉം നമ്മൾ എടുത്തായിരുന്നു. കാരണം 6ഉം 2ഉം കൂട്ടിയ 8 ആണ്, 2ഉം 6ഉം കൂട്ടിയ 8 ആണ്. രണ്ടും ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്, അതുകൊണ്ട് രണ്ടും എടുത്തു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എ മൈനസ് ബി 6 വരണം. എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിജിറ്റും ബി രണ്ടാമത്തെ ഡിജിറ്റുമാണ്. എ മൈനസ് ബി തന്നെ 6 വരണം. ഇവിടെ 9 മൈനസ് 3 6 ആണ്, സമ്മതിച്ചു. അപ്പോൾ അതെടുക്കാം. എന്നാൽ 3 മൈനസ് 9 6 ആണോ? 3 മൈനസ് 9 മൈനസ് 6 അല്ലേ വരിക? അപ്പോൾ 3 മൈനസ് 9 6 ആണോ? അല്ല. അപ്പം നിങ്ങളിവിടെ 39 എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഇവിടെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതും എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കെയർലെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം? ഈ മോഡൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി UPSC ക്വസ്റ്റ്യൻസ് 1-2 എണ്ണം നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഏതെങ്കിലും പുതിയ CSATൻ്റെ ബാച്ച് ഉണ്ടോ, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ബാച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പുതിയ ഒരു CSATൻ്റെ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് CSATൻ്റെ ഫുള്ളി റെക്കോർഡഡ് ബാച്ചാണ്. UPSC CSATൻ്റെ റെക്കോർഡഡ് ബാച്ചാണ്, ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള CSAT ക്ലാസ്സസ് എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡിങ് കോംപ്രഹെൻഷൻ, റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സൈലത്തിൻ്റെ ആപ്പ് വഴി ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന എല്ലാ വീഡിയോസും, റീസണിങ്ങിൽ വരുന്ന വീഡിയോസും, അതേപോലെ തന്നെ കോംപ്രിഹെൻഷനിൽ വരുന്ന വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ ഇരുന്നിട്ട് കാണാൻ പറ്റും. അതുകൂടാണ്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ 7 കൊല്ലത്തെ PYQ അനാലിസിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ബാച്ചിൻ്റെ കോസ്റ്റ് വരുന്നത് 2999 ആണ്. അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് പിന്നീട് UPSC അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് എടുക്കാൻ പറ്റും. CSAT നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. പിന്നീട് നിങ്ങൾ UPSCയിൽ ഒരു ഫുൾ സ്വിങ്ങിൽ അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറും. മാത്രമല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ എക്സാമിനും, ഇപ്പം നടക്കുന്ന എല്ലാ എക്സാമിനും CSAT അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് പാർട്ടൊക്കെ എല്ലാ ടെസ്റ്റ്, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, അതേപോലെ RBIയോ IBയോ അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, ബാങ്ക് എക്സാംസ് ഉണ്ട്. ഈവൻ അത് മാത്രമല്ല, നമ്മൾ കോളേജിലാണെങ്കിൽ നമ്മൾ കുറേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, നമ്മൾ ഏതെങ്കിലും കമ്പനീസൊക്കെ റിക്രൂട്ട്മെൻറ്റിന് വന്നു കഴിഞ്ഞാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഹെൽപ്ഫുൾ ആയിരിക്കും CSAT അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാവുന്നതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കാണാവുന്നതുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു UPSC ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2024 UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാണ്ട് ഞാനിവിടെ 2 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് വേറെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് UPSC ഇതേപോലെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ PYQs ചെയ്യുമ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം.
ലെറ്റ് എക്സ് ബി എ 2 ഡിജിറ്റ് നമ്പർ. എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് ആൻഡ് വൈ ബി അനദർ 2 ഡിജിറ്റ് നമ്പർ. കണ്ടോ, ശ്രദ്ധിച്ചോ, അവിടെ വൈയും ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് UPSC പറയുന്നുണ്ട്. അപ്പം എക്സിനെ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പറും എന്തായിരിക്കണം, ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. അപ്പോൾ എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്, വൈ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ അനദർ 2 ഡിജിറ്റ് നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈസ് ദ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ UPSC വെറുതെ ഓവറാക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തരും, ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. വെറുതെ ഓവറാക്കുകയാണ്. ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആരാ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ? 99 ആണ്. അപ്പോൾ UPSC എക്സും വൈയും കൂട്ടിയാൽ 99 ആണ് എന്ന് പറയുന്നതിൻ്റെ പകരം കുറച്ച് ഓവറാക്കിയിട്ട് എന്ത് പറഞ്ഞു, ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, 99 ആണ്. അപ്പോൾ എക്സും വൈയും കൂട്ടിയാൽ 99 ആണ്. അപ്പോൾ എക്സ് AB ആണെങ്കിൽ വൈ എന്ത് വരും, BA ആണ്. അപ്പോൾ AB + BA 99 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് A + B എന്ത് വരും, ഞാൻ പറഞ്ഞു 11 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ A + B 9 ആണ്. ഒറ്റയടിക്ക് നമുക്ക് കിട്ടി. A + B 9 ആണെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റി വരാം ഒന്ന് നോക്കിയേ. ഏതൊക്കെ വരാം നിങ്ങൾ നോക്കേണ്ടത്, ഏതൊക്കെ വരാം? A + B എന്ത് കിട്ടണം, 2 ഡിജിറ്റ്സ് ആണ്. 2 ഡിജിറ്റ്സ് കൂട്ടിയാൽ 9 വരണം. 81 പറ്റും, 8 1 9 ആണ് അല്ലേ. 72 പറ്റും, 7 2 9 ആണ്. 63 പറ്റും, 6 3 9 ആണ് അല്ലേ. 54 പറ്റും, 5 4 9 ആണ്. 45 പറ്റും, 4 5 9 ആണ് അല്ലേ. 36 പറ്റും, 27 പറ്റും, 18 പറ്റും. ഇതൊക്കെ പറ്റും. ഓക്കെ, 90 പറ്റുമോ? 9 0 9 അല്ലേ. അപ്പോൾ 90 പറ്റണ്ടേ അല്ലേ? പറ്റില്ല. എന്തുകൊണ്ടാ? 90 റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന ആൾ 09 ആണ്. അതൊരു 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 90നെ റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്കൊരു 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നില്ല. ഇവിടെ UPSC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന ആളും 2 ഡിജിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെടുക്കരുത്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ 90യും ഒരു പോസിബിലിറ്റി ആണ് അവിടെ. ഓക്കെ, അപ്പോൾ എത്ര പോസിബിലിറ്റിയാണ്? 1 2 3 4 5 6 7 8 8ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ? UPSC ആക്ച്വലി 9 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം ചിലർക്ക് 90 വരാമെന്ന് തോന്നാൻ ഇവിടെ. പെട്ടെന്ന് റിവേഴ്സ് ചെയ്യുന്ന ആൾ 2 ഡിജിറ്റ് ആണെന്നുള്ള ഓർക്കാതെ ചിലപ്പോൾ 90 എടുക്കും. അപ്പോൾ UPSCയുടെ സ്വഭാവം വെച്ചിട്ട് ഇവിടെ 9ഉം കൂടി വരണമായിരുന്നു ഓപ്ഷനായിട്ട്. പക്ഷെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ UPSC നിങ്ങളെ കെയർ ചെയ്യും. അപ്പോൾ ഇവിടെ കെയർ ചെയ്തിട്ടുണ്ട് UPSC. 9 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ UPSC കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. The ratio of a 2-digit natural number to a number formed by reversing the digits is 4:7. അപ്പോൾ ഇത് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വേറെ ഒന്നിലധികം ടോപ്പിക്സ് കണക്ട് ചെയ്തിട്ടും UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്പർ സിസ്റ്റവും റേഷ്യോയും കൂടെ കണക്ട് ചെയ്തിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് AB എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പറും അത് റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന BA എന്ന് പറയുന്ന നമ്പറും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 4:7 ആണ്, അല്ലെങ്കിൽ 4/7 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലേസ് വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10A + B ഡിവൈഡഡ് ബൈ 10B + A ആണ് എന്ത്? 4/7 എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 7 × 10A + B 7 × 10A + B = 4 × 10B + A എന്ന് എനിക്ക് കിട്ടി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 70A + 7B = 40B + 4A എന്ന് കിട്ടി. 4Aനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 7Bനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 70A - 4A 66A = 40 - 7 33B എന്ന് കിട്ടി. രണ്ട് സൈഡിലും 33 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2A = B എന്ന് കിട്ടി. ഓക്കെ, എന്റെ ഇരട്ടിയാണ് B എന്നല്ലേ കിട്ടിയേ. അപ്പോൾ AB, അപ്പോൾ ഇവിടെ നമുക്ക് 2A = B എന്ന് കിട്ടി. അപ്പോൾ ABക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ചോദിച്ചത്? നമ്പർ ഓഫ് പെയർസാണ് ചോദിച്ചത്. അപ്പോൾ AB BA, AB, B ആണല്ലോ പെയർ, AB, BA. ഇതിന് എത്ര പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് എക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും നോക്കാം നമുക്ക്. എക്ക് 0 കൊടുത്താൽ ബിയും 0 ആവും അല്ലേ. 2 × 0 0 തന്നെയല്ലേ. 0 0 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ 0 കൊടുക്കാൻ പറ്റില്ല എക്ക് 1 കൊടുത്തു നോക്കിയേ. എയും ബിയും ആണേ. എക്ക് ഞാൻ 1 കൊടുത്തു. അപ്പം ബി എന്ന് പറഞ്ഞാൽ 2 × 1 2 ആണ്. എക്ക് ഞാൻ 2 കൊടുത്തു. അപ്പം ബി എന്ത് കിട്ടും? 2 × 2 4 ആയിരിക്കും. എക്ക് ഞാൻ 3 കൊടുത്തു. അപ്പം ബി 6 ആയിരിക്കും. എക്ക് ഞാൻ 4 കൊടുത്തു, 8 ആയിരിക്കും. എക്ക് ഞാൻ 5 കൊടുത്തു. അപ്പം ബി എന്താ 10. ഇത് പറ്റുമോ? ബി ഒരു ഡിജിറ്റ് അല്ലേ. ബി 10 വരുമോ? ഇല്ല, ബി മാക്സിമം 9 വരെ വരും. അപ്പോൾ ഇതെടുക്കരുത്. അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആൻസർ 4 ആണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ UPSC യൂസ് ചെയ്യുന്ന സിമിലർ കോൺസെപ്റ്റാണ്. എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അതാണ് ആദ്യത്തെ രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം A + B എന്താണെന്ന് കിട്ടി. രണ്ടാമത്തെ മോഡൽ A - B എന്താണെന്ന് കിട്ടി. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു റിലേഷനാണ് അവിടെ കിട്ടുന്നത്. എന്നിട്ട് എത്ര പോസിബിലിറ്റി ഉണ്ട് നമ്മൾ നോക്കുന്നു. അതേപോലെ ഇവിടെയും ചെയ്ത്, ഈവൻ ദോ ഇതൊരു റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചെങ്കിൽ കൂടി നമുക്ക് എയും ബിയും തമ്മിലുള്ളൊരു റിലേഷനാണ് കിട്ടുന്നത്. 2A = B എന്ന് പറഞ്ഞാൽ ഒരു എയും ബിയും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നു. അതിനുശേഷം എക്കും ബിക്കും എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് നോക്കുന്നു.
അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്തത്. അപ്പം നിങ്ങൾ ഇനി PYQs ചെയ്യുമ്പം ഇൻ്റർചേഞ്ചിങ് അല്ലെങ്കിൽ റിവേഴ്സിങ് ദ ഡിജിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ അപ്ലൈ ചെയ്യാനും UPSC നിങ്ങളെ കെയർലെസ് വരുത്താൻ എന്തെങ്കിലും ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നും, ഉദാഹരണത്തിന് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൾ 2 ഡിജിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് UPSCയിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് മനസ്സിലാക്കുക എന്നുള്ളതും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇപ്പം ഇൻ്റർചേഞ്ചിങ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് UPSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങളത് നോക്കുക, PYQ ചെയ്യുക, അന്നേരം ഈ കാര്യങ്ങൾ ഓർക്കുക. അപ്പം ശരി, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഇതേപോലെ വീണ്ടും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.